ഹലോ നമസ്കാരം, ഞാൻ അനീഷ് അബ്രഹാം. കുറച്ച് നേരം മുൻപ് തന്നെ ഒരു യുവാവ് കോൺടാക്റ്റ് ചെയ്തു. ഈ പയ്യൻ ഏകദേശം 3-4 വർഷമായിട്ട് യു കെയിലൊരു കെയർ ഹോമിൽ കെയറായിട്ട് വർക്ക് ചെയ്യുകയാണ്, സീനിയർ കെയറായിട്ട് വർക്ക് ചെയ്യുകയാണ്. കഴിഞ്ഞ മാസം ഈ ചെറുപ്പക്കാരൻ വർക്ക് ചെയ്യുന്ന കെയർ ഹോമിലെ ഒരു പേഷ്യൻ്റ് കുറച്ച് അജിറ്റേറ്റഡായി, അതായത് കുറച്ച് കൺഫ്യൂസ്ഡായി, കുറച്ച് ബഹളവും കാര്യങ്ങളൊക്കെ ആയി മറ്റ് സ്റ്റാഫിനെയും റെസിഡൻസിനെയൊക്കെ ഉപദ്രവിക്കുന്ന രീതിയിലൊക്കെ പോയപ്പോൾ ഇവന് അപ്പം തോന്നിയ ഒരു ബുദ്ധിയാണ് രാത്രി ഇയാളെ കാം ഡൗൺ ചെയ്യാനായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന ഒരു മെഡിസിൻ അതിന് ഒന്നിന് പകരം 2 ടാബ്ലറ്റ് കൊടുത്തു നോക്കുക എന്നുള്ളത്. അങ്ങനെ 2 ടാബ്ലറ്റ് കൊടുത്തു. പേഷ്യൻറ്റിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇവൻ മറ്റൊരു മിസ്റ്റേക്ക് കൂടെ ചെയ്തു. രാവിലെ ഷിഫ്റ്റ് ചെയ്ത് പോയ ഒരു മലയാളി പയ്യൻ്റെ മെഡിസിൻ കൊടുത്തതായിട്ട് അവൻ സിഗ്നേച്ചർ ചെയ്തില്ലായിരുന്നു. അത് ഈ പയ്യനോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ ആ സിഗ്നേച്ചർ കൂടെ ഇട്ട് സഹായിച്ചു. എന്തായാലും കൂടെ ജോലി ചെയ്തിരുന്ന മറ്റൊരു മലയാളി ഈ കാര്യങ്ങളെല്ലാം മാനേജ്മെൻറ്റിനെ കൃത്യമായിട്ട് അറിയിച്ചു. മലയാളിയുടെ സഹായ മനസ്ഥിതി നോക്കണേ. എന്തായാലും കൊള്ളാം. ഈ പയ്യൻ്റെ ജോലി ഇപ്പോൾ പോയിരിക്കുകയാണ്. ഈ സംഭവത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ കെയറായിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതിനേക്കാൾ അധികമായിട്ട് ഒരു മെഡിസിന് നിങ്ങൾ കൊടുക്കാൻ പാടില്ല. എന്തെങ്കിലും ഇതുപോലത്തെ സിറ്റുവേഷൻ വരികയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മാനേജ്മെൻറ്റിനെ, അതായത് മാനേജറെയോ ഡെപ്യൂട്ടി മാനേജറെയോ അല്ലെങ്കിൽ നേഴ്സ് ഉണ്ടെങ്കിൽ നേഴ്സിനെയോ ഒക്കെ വിവരം അറിയിക്കുകയും അവരുടെ നിർദ്ദേശപ്രകാരം മാത്രം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക. നിങ്ങൾ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കരുത്. ഇത്തരം കാര്യങ്ങൾ ഒരു കാരണവശാലും ഒരു തീരുമാനം നിങ്ങളെടുക്കരുത്. നിങ്ങളതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഒരിക്കലും നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ. അതുപോലെ തന്നെ നമ്മൾ മലയാളികൾ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സഹായത്തിന് വേണ്ടിയിട്ടായിരിക്കാം ഈ സിഗ്നേച്ചറൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അതും തെറ്റാണ്. അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതുപോലെയുള്ള പണിഷ്മെൻറ്റുകൾ കിട്ടും. അതുകൊണ്ട് അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ആർക്കും ഇത്തരം അബദ്ധങ്ങൾ ഇനിയും പറ്റാതിരിക്കട്ടെ. ഈ പയ്യന് ഇനിയും മറ്റൊരു വിസ നോക്കുകയേ രക്ഷയുള്ളൂ. അതുപോലെയുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിപ്പെടാതിരിക്കാനായിട്ടാണ് പറയുന്നത്. ദയവായി ശ്രദ്ധിക്കുക.